കർത്താവായ യേശു കർത്താവിന് പിശാചിനുമേലുള്ള അധികാരത്തെ ഒരു പ്രാവശ്യം കൂടെ കാണുന്നതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാൻ. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവർ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങൊരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറുകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോയി. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചത് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രന, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിൻ്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ച്, എൻ്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകും എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ വേർപൂട്ടി ചത്തു. അവ ഏകദേശം 2000 പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചു കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യം അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവർ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തത് ഒക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. യേശു കർത്താവിൻ്റെ ആ ശുശ്രൂഷ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള, അവൻ്റെ ജീവിതം തകർന്നിരുന്ന ജീവിതങ്ങൾക്ക് രൂപാന്തരം കൊടുക്കുവാൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചങ്ങലക്കിട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? പലവിധ ഭാരങ്ങളിൽ പ്രയാസപ്പെട്ട് നിങ്ങളിങ്ങനെ കിടക്കുന്നവരാണോ? മാനസികമായി തകർച്ചയിൽ കിടക്കുന്നവരാണെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കും. അതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരു പുതുശക്തിയും പുതുബലവും കൊടുക്കണമേ. കർത്താവ് ഭൂതഗ്രസ്തത്തിന് വിടുതൽ കൊടുത്തപ്പോൾ അവൻ്റെ ഇരിപ്പും നടപ്പും കണ്ടപ്പോൾ ആളുകൾക്ക് അവനിലുള്ള വ്യത്യാസം വന്നത് കാണാൻ സാധിച്ചു. കർത്താവെ, സകല അന്ധകാരക്കെട്ടുകളെയും പൈശാചികക്കെട്ടുകളെയും പരിശുദ്ധാത്മാവിൽ നീക്കിക്കളയണം. ഇതിന് മക്കൾക്ക് സമാധാനവും സന്തോഷവും നൽകണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.